അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇസ്ലാമിക രാജ്യമായ UAE ദുബൈയിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ, പെൺവാണിഭങ്ങൾ, എല്ലാവിധ സെക്സ് റാക്കറ്റുകളും പെൺവാണിഭങ്ങളും കൂട്ടിക്കൊടുപ്പും വേശ്യാവൃത്തികളും നടക്കുന്ന ഒരു നഗരമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പെൺകുട്ടികൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകും. അതിനൊക്കെ റാക്കറ്റുകളുണ്ട്. എന്നിട്ട് ഈ മനുഷ്യ ശരീരങ്ങൾ വിൽക്കുക. ഇത് ഉപയോഗിക്കുന്ന അറബികൾ മുതൽ മലയാളികൾ വരെ ഇതിൻ്റെ പിന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം ചില ആളുകൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞില്ലേ? അതിൽ എൻ്റെ നാട്ടുകാരിയായി എനിക്കറിയാവുന്ന മഞ്ജിമ എന്ന് പേരുള്ള ഒരു യുവതി കൂടിയുണ്ട്. ഇതിൻ്റെ പ്രധാനിയായ ഗുരുവായൂരുള്ള സിന്ധു എന്ന് പേരുള്ള ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് മുംബൈയിൽ നിന്ന് നാട്ടിലെത്തിച്ചു. തലയൊക്കെ മറിച്ച് നിങ്ങൾ ഈ വീഡിയോകൾ കണ്ടില്ലേ? ഇവർ ഈ ശരീരമൊക്കെ മറച്ചിട്ട് നടക്കുന്ന ഇവർ ചെയ്ത തെമ്മാടിത്തരം എന്താണെന്നറിയോ? ദുബായ് എന്ന് പറഞ്ഞ ഈ നഗരത്തിൽ ആളുകൾക്ക് വേണ്ടത് അവിടെ ജോലിയും കാര്യങ്ങളൊന്നുമല്ല, സുഖം, ശരീരസുഖം. അതിനു വേണ്ടി ഡാൻസ് ബാറുകളായാലും സ്പായിൽ ചെന്നും എന്തൊക്കെ എവിടെ നിങ്ങൾക്ക് റൂമിൽ ഏത് തരത്തിലുള്ള പെണ്ണുങ്ങളെ വേണോ, പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികൾ ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒരു വേശ്യാവൃത്തിയുടെ ഒരു സാമ്രാജ്യമായിട്ട് മാറിയിരിക്കുന്നു ദുബായ്. മദ്യത്തിന് മദ്യം, പെണ്ണിന് പെണ്ണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പെൺകുട്ടികൾ എങ്ങനെ കൊണ്ടുപോവുക? അവർക്ക് ജോലി തരാം, സ്പായിലാണ് ജോലി, ഡാൻസ് ബാറിലാണ്, ഇങ്ങനെ പല പല ജോലികളൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഫാഷൻ പരേഡിനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവർ ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്യലാണ്. അതിൽ സിനിമ സീരിയൽ രംഗത്തെ പല പ്രമുഖർ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവർ ഒരു സിനിമയിലൊക്കെ തല കാണിച്ചൊരു സിനിമാ നടിയായി കഴിഞ്ഞാൽ പിന്നെ റോളില്ല, പിന്നെ അവരെ പോക്ക് ഈ രീതിയിലാണ്. അപ്പോൾ സിനിമയിലെയും സീരിയലിലെയും ആളുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ മലയാളികളായ ആളുകളാണ്. 3 പേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരുള്ള സിന്ധു, ഇതാണ് മുഖ്യപ്രതി. പിന്നെ പൊന്നാനിയിലുള്ളൊരു മഞ്ജിമ. ഈ മഞ്ജിമയുടെ അച്ഛനൊരു സംഘപരിവാർക്കാരൻ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ഒരു പാവപ്പെട്ട ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗം. പക്ഷേ കാണാൻ നല്ല ഭംഗി. ഈ ഭംഗി വെച്ച് ഇൻസ്റ്റയിൽ നല്ല മോഡൽ ഫോട്ടോസുകൾ ഇട്ട് വീഡിയോസ് ഇട്ട് ആളുകളെ ആകർഷിപ്പിക്കുക. എന്നിട്ട് ഫാഷൻ പരേഡിനാണെന്ന് പറഞ്ഞ് ആൾ റിക്രൂട്ട് ചെയ്തിട്ട് അലീന എന്ന് പേരുള്ള ആലുവയിലുള്ള മറ്റൊരു സുന്ദരിയായൊരു പെൺകുട്ടിയുണ്ട്. ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഈ സിന്ധുവിന് ഇത് കൊടുക്കും. സിന്ധു ഇവരെന്ത് ചെയ്യും? നേരെ ദുബൈയിലേക്ക് കൊണ്ടുപോകും. ദുബൈയിൽ കൊണ്ടുപോയിട്ട് ഇവരെ പാസ്പോർട്ട് മൊബൈലൊക്കെ മേടിച്ച് വെക്കും. എന്നിട്ട് ഇവരോട് കാര്യങ്ങൾ പറയും. സമ്മതിക്കുന്നവരാണെങ്കിൽ ലക്ഷങ്ങൾ, മണിക്കൂറുകൾക്ക് ഇവർ ശരീരം വിൽക്കുന്ന ലക്ഷങ്ങളുടെ രൂപക്കാ. അത് സമ്മതിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ജ്യൂസിലെ വിഷം, മറ്റെന്താ പറയുക, ഇതൊക്കെ മയക്കുന്ന മരുന്നൊക്കെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് ഇത് കുടുംബങ്ങളെ കാണിക്കുന്നു പറഞ്ഞ് ഈ സംഘത്തിൻ്റെ കണ്ണികളാക്കും. ഈ പ്രതികളായ ആളുകൾ മുസ്ലിംസ് ആയിരുന്നെങ്കിൽ ഇതിന് സെക്സ് ജിഹാദ് എന്നൊരു പേര് വന്നേനെ. എന്നാൽ ടാറ്റായുടെ മറ്റൊരു സ്ഥാപനത്തിൽ എന്തൊക്കെയോ പ്രണയ പ്രശ്നങ്ങളുടെ പേരിൽ എന്തൊക്കെ വിവാദങ്ങൾ നടന്നു. ഇത് മുഴുവനും മതം മാറ്റാനാണ് എന്ന രീതിയിൽ വന്നു. ഇതിപ്പോൾ സംഘപരിവാറിൻ്റെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്, യുവതികളാണ് ഇതിൻ്റെ പ്രതികളായ ആളുകൾ. ഇപ്പോൾ ആർക്കൊന്നും മിണ്ടാട്ടല്ല. ഇതൊക്കെ വകവെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഇസ്ലാമിക രാഷ്ട്രം. എവിടെ നോക്കിക്കോ, ഇവർക്ക് പെണ്ണും മദ്യം, അതും ഏത് സമയത്താണെങ്കിലും, ഫിലിപ്പൈൻസി ആണെങ്കിലും, റഷ്യക്കാരിയാണെങ്കിലും, സുഡാനികളാണെങ്കിലും, പാകിസ്ഥാനികളാണെങ്കിലും, ബംഗ്ലാദേശിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ നഗരങ്ങൾ റെഡിയാണ്. നിറച്ചോൻ്റെ അദാബ് അവിടെ ഇറങ്ങും. ഇപ്പോൾ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഇതിൻ്റെ നട്ടെല്ലൊടിച്ചിട്ടുണ്ട്. UAE സാമ്പത്തിക നട്ടെല്ലൊടിച്ചിട്ടുണ്ട് അവർ. ഇനിയും കിട്ടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴാണ് മലയാളികൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്? സ്ത്രീകളെ കൊണ്ടുപോയിട്ട് സെക്സ് റാക്കറ്റ്. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഇവരെ പുറത്ത് വിടരുത്. ഇതിൻ്റെ പിന്നിൽ സിനിമ സീരിയലിലെ പല ആളുകളും ഉണ്ട്. നമ്മൾ ഈ സീരിയലിലൊക്കെ കാണുന്ന നല്ല 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 കരച്ചിലും ചിരിക്കലും ഇതൊക്കെ കാണുന്ന നല്ല മുഖങ്ങൾ, അതേപോലെ നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന പല സ്ത്രീകൾ, ഇതൊക്കെ ഇവരുടെയൊക്കെ പണി എന്താ നിങ്ങൾ കരുതിയത്? ഇതാണ് ഈ റാക്കറ്റിൻ്റെ കണ്ണിയാണ്. ഇത് പറഞ്ഞതിന് ഇവരുടെ ഭീഷണിപ്പെടുത്തലുണ്ടായി. ഇവർ ഭീഷണിപ്പെടുത്തൽ, ഈ പരാതി കൊടുത്ത പെണ്ണുങ്ങൾ അവിടെ നിന്ന് 3 സ്ത്രീകളാണ് വന്ന്, യുവതികൾ രക്ഷപ്പെട്ട് വന്ന് പരാതി കൊടുത്തതാണ്. മരട് പോലീസിന് കൊടുത്ത പരാതിയിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഏതായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് കൃത്യമായ നടപടി എടുത്താൽ ഇതിൻ്റെ പിന്നിലുള്ള സിനിമയിലെ ആളുകൾ, സീരിയലിലെ ആളുകൾ, ഇതൊക്കെ കിട്ടും. ഇതിന് സിനിമയും സീരിയലൊന്നും വേണമെന്നില്ല. ഈ ഗൾഫിലൊക്കെ പോകുന്ന പല താരങ്ങളുടെയും ലക്ഷ്യം എന്താണെന്നറിയോ? ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ കടന്നു കൊടുത്താലും വേണ്ടില്ല, പണം ഉണ്ടാക്കുക, ആഡംബര ലൈഫ്. പിന്നെ ബന്ധപ്പെടുന്ന ഒരാളുകൾ നല്ല VIP-കളാണോ, അവരുമായുള്ള കണക്ഷൻസ്, ആ കണക്ഷൻസിലൂടെ അടുത്ത് നേടുക, ഇങ്ങനെ ലൈഫ് ആസ്വദിക്കുക. ഇതൊക്കെ എപ്പോഴല്ലേ കിട്ടുള്ളൂ? ഇതൊന്നും തേഞ്ഞു പോകുന്നതല്ലല്ലോ. ഇതാണ് ഇവരെ ന്യായം. യാതൊരുവിധ വിശുദ്ധിയില്ലാതെ ഇങ്ങനെ കിടന്ന് നടക്കുന്ന ആളുകൾ. ഇത് നമ്മളിത് പറഞ്ഞാൽ നമ്മൾ പ്രശ്നക്കാരനാണ്. ഇതാരെങ്കിലും, ഇപ്പോൾ ഒരാളെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതല്ല, നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് ഇങ്ങനെയായിട്ട് മാറി.
അത് അലീനയാണെങ്കിലും മഞ്ജിമയാണെങ്കിലും സിന്ധു ആണെങ്കിലും ഒരു തരത്തിലും സ്ത്രീകളെ വെറും കച്ചവട ചരക്കാക്ക പെൺവാണിഭമാണ് ദുബായിൽ നടക്കുന്നത്. മദ്യമൊഴുകുന്ന പെണ്ണിൻ്റെ സുഖമൊഴുകുന്ന ഒരു ദുബൈക്ക് വേറെ ഒരുപാട് മുഖങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഇരുണ്ട മുഖത്ത് ആസ്വദിക്കുന്നവരാണ്. അതിനിവിടുന്ന് മലയാളികളായ പെൺകുട്ടികളെ കൊണ്ടുപോവുക. പലരും ജോലിക്കെന്ന് പറഞ്ഞിട്ട് അവിടെ ദുബായിലും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ പോയിട്ട് ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. പലരും കൂടെ റൂം ഷെയർ ചെയ്യുന്നു. അത് അവിടെ യാതൊരുവിധ ലൈസൻസും ഇല്ല. ആരെ റൂമിലും കടന്നു നൂറ് അനുഭവങ്ങൾ എനിക്കറിയാം. നൂറ് അനുഭവങ്ങൾ. ഞാനത് പറയുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞാൽ ആ അനുഭവം ഈ അനുഭവം ഇതൊന്നും വേണ്ടല്ലോ. ഇതൊന്നും വിശുദ്ധിയുടേതല്ല. ഇതൊക്കെ ഡാൻസ് ബാറിൽ കയറിയിട്ട് കാശിറക്കിയ ഒരാളുണ്ട്. ഇഷ്ടം പോലെ പണം അങ്ങനെ വാരി വിതറ. സ്വന്തം വീട്ടിൽ ഒരു വീട് നിർമ്മാണം തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ നടക്കുക. അവിടെ മുഴുവനും കാശ് അടിച്ച് കളഞ്ഞിട്ട് എന്തും ഇഷ്ടം പോലെ പെണ്ണുങ്ങളെടുത്ത് പോകാൻ, മദ്യം കഴിക്കുക, സുഖിക്കുക, അർമ്മതിക്കുക. ഇതിന് വേണ്ടിയിട്ട് എത്ര പണം ചിലവഴിക്കും. അവർക്ക് വേണ്ടി വലിയ വലിയ ഗിഫ്റ്റുകൾ, ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡലുകൾ. ഇവിടെ ഭാര്യയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കാൻ വയ്യ. ഇത് ഒരുത്തൻ്റെ കഥയെ ഞാൻ പറയണേ. പടച്ച റബ്ബോൻക്ക് ശിക്ഷ കൊടുത്തു, ഇന്ന് ക്യാൻസറാണ്. നമ്മൾ കാണുന്നൊരു ദുബൈയല്ല യഥാർത്ഥത്തിലുള്ളത്. ഇത് വെറും വേശ്യാവൃത്തിയുടെ പെൺവാണിഭത്തിൻ്റെ ഈ ഒരു കേസ്. ഇങ്ങനെ നൂറ് കേസുകളുണ്ട്. എന്തായാലും ഇവർക്കുള്ള ശിക്ഷ കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞാലേ ഇതിലും ഇസ്ലാമിക രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി ഇത് ഇസ്ലാമിക രാജ്യങ്ങൾ എന്നുള്ള പേരേ ഉള്ളൂ. ഇത് മദ്യത്തിൻ്റെയും വേശ്യാവൃത്തിയുടെയും നഗരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാം അലൗഡാക്കണ്ടേ, ടൂറിസ്റ്റ് ഹബ്ബല്ലേ എന്നൊക്കെ ന്യായം. പക്ഷേ ഇതുപോലത്തെ കൺസെൻ്റ് ഇല്ലാത്ത രീതിയിലൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് തുറന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ഞാനിന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള അറഫ നോമ്പ് എന്നാണെന്നുള്ള പലർക്കും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് അറഫ നോമ്പ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ് ഒന്ന് എഴുതിയാൽ ഒരു പക്ഷെ അറിയാത്തവർക്കും കൂടി അറിയാൻ ഉപകരിക്കും. എന്നാണ് നമ്മുടെ നാട്ടിലെ അറഫ നോമ്പ്, അത് എന്നാണെന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ ഇൻഷാ അല്ലാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതല്ല കേട്ടോ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോയിൽ ഒരാളെ കാണിച്ചു തരാം. ഈ ഫോട്ടോയിലുള്ള ആളുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ഞാൻ ഈ ചോദ്യം ഒരു കാരണമുണ്ട്. ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്ന ഞെട്ടിക്കുന്ന ചില വിവരങ്ങളുണ്ടായി. ഈ ഫോട്ടോയിലുള്ള മനുഷ്യൻ 2003 മുതൽ 2015 വരെ ഇറാൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. ഇറാൻ്റെ പ്രസിഡൻ്റ് ആയി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മുഴുവൻ ഇസ്രയേലികളെയും അമേരിക്കക്കാരെയും കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത അവിടുത്തെ അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ഈ മനുഷ്യൻ. അമേരിക്കയുടെ പേടി സ്വപ്നമാണ്, ഇസ്രയേലിൻ്റെ പേടി സ്വപ്നമാണ്. പിന്നെ അണുവായുധം നിർമ്മിക്കണമെന്നും അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നും വാശി പിടിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഭയങ്കരമായുള്ള വിരോധമായിരുന്നു ഈ ഒരു പ്രസിഡന്റിനോട്. 2003-2015 കാലയളവിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ഹിറ്റ്ലർ ഒരുപാട് ജൂതന്മാരെ കൊന്നൊടുക്കി എന്ന് പറയുന്ന കഥകളൊന്നും ഇയാൾ വിശ്വസിച്ചിരുന്നില്ല. അത്രയും ജൂത വിരോധവും അമേരിക്കൻ വിരോധവും കൈമുതലുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു ഈ മനുഷ്യൻ. അങ്ങനെ 2015 ഇദ്ദേഹത്തിൻ്റെ അധികാര കാലയളവ് കഴിഞ്ഞു. പിന്നീട് ഇദ്ദേഹം സ്വന്തം വീട്ടിലായി. ഇവിടെ നിന്നിങ്ങോട്ട് ഇറാനിലെ ഭരണാധികാരികൾക്ക് ഈ മനുഷ്യനോട് വിരോധം തോന്നാൻ തുടങ്ങി. അവർക്കൊരു സംശയം, ഇയാൾ ഇറാനെതിരായിട്ട് മാറുന്നുണ്ടോ? ഇയാൾ ജൂതരോട് താല്പര്യം കാണിക്കുന്നു, അമേരിക്കയോട് താല്പര്യം കാണിക്കുന്നു. ഒരു കാലത്ത് അമേരിക്ക എതിർത്ത ഈ മനുഷ്യൻ പിന്നെ ഇസ്രയേലിൻ്റെ രഹസ്യ വിഭാഗമായ രഹസ്യാന്വേഷണ ഏജൻസിയെ മൊസാദുമായിട്ട് കൂട്ടുകൂടി പല സ്ഥലങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ ഇറാനിലെ ഭരണാധികാരി അയത്തുല്ലാ ഖുമൈനിക്ക് സംശയമായി. അങ്ങനെ ഇദ്ദേഹം പിന്നീട് പ്രസിഡന്റ് ആവാൻ വേണ്ടി വീണ്ടും ഒരു മത്സരം നടത്തിയപ്പോൾ ആ പത്രികയൊക്കെ തള്ളി. അതോടുകൂടി ഇദ്ദേഹം അതുവരെ ഇറാനിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഈ മനുഷ്യൻ പിന്നെ ഇറാനിൻ്റെ വിമർശകനായപ്പോൾ ഇദ്ദേഹത്തിനെ വീട്ടുതടങ്കലിലാക്കിയ നിമിഷങ്ങളിൽ അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപൊക്കെ ഇയാൾ വീട്ടുതടങ്കലാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, വേണ്ടുന്ന സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കും. ആ സമയത്താണ് യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് മൊസാദിൻ്റെ ഏജൻറ്റുമാർ അവിടുത്തെ ഇയാളെ വീട്ടുതടങ്കലിലാക്കിയ വീടിനുള്ളിൽ അവർ അറിയാതെ വരികയും ഞങ്ങൾ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്, യുദ്ധം തുടങ്ങാനുള്ള സഹായങ്ങൾ വേണമെന്നപ്പോൾ എല്ലാ മാനസിക പിന്തുണയും കൊടുത്തു. ഇസ്രായേലിലെ അമേരിക്ക ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങിയിട്ട് ഈ ഒരു ഇറാൻ്റെ എല്ലാ ഭരണാധികാരിയും കൊന്നൊടുക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഭരണാധികാരി ആവണം എന്നായിരുന്നു. അതോടുകൂടി ഇയാൾ ഭയങ്കര ആവേശമായി. അങ്ങനെ യുദ്ധം തുടങ്ങി ഫസ്റ്റ് ദിവസം തന്നെ ഇയാൾക്ക് രക്ഷപ്പെടണമല്ലോ, ഇയാൾ ഇനി ഭരണാധികാരി ആവണമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ താമസിക്കുന്ന വീട്ടിലേക്കും ഒരു ബോംബ് എറിഞ്ഞു. ആ ഒരു ആക്രമണത്തിൽ ലക്ഷ്യം തെറ്റിയിട്ട് എന്ത് ചെയ്തു, ഇയാൾക്കും ഗുരുതരമായ പരിക്കേറ്റു. കൂടെയുള്ള അംഗരക്ഷകരൊക്കെ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇയാൾ എവിടെയാണെന്ന് ആർക്കും ഒരു വിവരമില്ല. ഇറാനിനെ ചതിച്ചുകൊണ്ട് ഇറാൻ്റെ ഭരണം കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ച ഇറാൻ്റെ മുൻ ഭരണാധികാരിയാണ് ഈ ഫോട്ടോയിലുള്ളത്. ഇയാളുടെ പേരെന്താണെന്നുള്ളതാണ്.
ഇസ്രായേലിലെ അമേരിക്ക ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 3-4 ലക്ഷ്യങ്ങളാണ് നടന്നത്. ഒന്ന്, ആക്രമണം നടത്തുക, ഫുൾ ആക്രമണം, ഇറാൻ്റെ ആണവശേഷി, ബാലിസ്റ്റിക് മിസൈലുകൾ ശേഷി, ഡ്രോൺ, ഇതൊക്കെ തകർക്കുക. രണ്ടാമത്തേത് അവരുടെ ഭരണാധികാരികളെ കൊന്നുകളയുക. ഈ 2 ലക്ഷ്യങ്ങളും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിൽ രണ്ടാമത്തെ ലക്ഷ്യം കറക്റ്റായിട്ട് നടന്നു. ആയത്തുള്ള ഖൊമേനിയെ കൊന്നു, പല ഭരണാധികാരികളെ കൊന്നു, സൈനിക നേതാക്കളെ കൊന്നു, കുറേയേറെ ആയുധങ്ങളൊക്കെ തകർത്തു. പക്ഷേ അവരുടെ പ്രധാന ലക്ഷ്യം ഉണ്ടായിരുന്നത് ഇറാനിൽ ഭരണമാറ്റം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ പടച്ച റബ്ബിൻ്റെ ഒരു കഥ നോക്കുക, അത് നടന്നില്ല. ഇത് നടത്തേണ്ടിയിരുന്ന ഈ ഫോട്ടോയിലുള്ള മനുഷ്യർക്ക് പടച്ച റബ്ബ് ആയുസ് കൊടുത്തു. ആളിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇറാനുകാർ പിടികൂടിയോ വധശിക്ഷ കൊടുത്തോ? എന്നാലും ഒരു ചതിയുടെ കഥ ഇതിലുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ചതിയുടെ കഥയിലെ നായകനാണോ വില്ലനാണോ എന്ന് അറിഞ്ഞൂടാ. ഈ മനുഷ്യൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.